1300 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഇവരുടെ ഫ്ലോറിംഗിൽ ഇട്ടിരിക്കുന്ന 2x നമുക്ക് വരേണ്ടത് കിച്ചണിലേക്കാണ്. നമ്മുടെ നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത്. സൈസിലാണ് ഡൈനിങ് വന്നിരിക്കുന്നത്. ടൈല് വിത്ത് എപ്പോക്സി സൈതം ചെയ്തെടുത്തിരിക്കുന്ന ഒരു വലിയ ബുദ്ധന ഡെക്കറേറ്റീവ് ആയിട്ടാണ്, ഡെക്കറിങ്ങിനായിട്ടാണ് ഇതെല്ലാം ജി പ്രൊഫൈൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ റിസസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ, അതായത് ഒരു 3-4 സെൻറ്റിനകത്തൊക്കെ ചെയ്ത ചെറിയ വീടുകൾ കാണിക്കുമോ എന്നതിനെക്കുറിച്ച്. ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു വീടാണ്. അതിനായിട്ട് വന്നു നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ഷിജിൻ സിതാര ദമ്പതികളുടെ 1300 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന 3 BHK ഉള്ള ഒരു അടിപൊളി ഒരു എന്താ പറയുക കോണ്ടംപററി മോഡേൺ ഡിസൈനുള്ള വീട്. ഇതെനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത്, ആക്ച്വലി ഈ വീട് എനിക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഗോഡ്വിൻ ആർക്കിടെക്ചറിലെ എൻ്റെ സുഹൃത്തായ ജ്യോതിഷാണ്. ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇറ്റ്സ് മീ ജയശങ്കർ, വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽ. നമ്മൾ എല്ലാ പ്രാവശ്യവും തുടങ്ങുന്ന പോലെ നമുക്ക് കോമ്പൗണ്ട് വോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തബൂക്ക് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇവിടെ ജാളി വർക്കുകൾ വന്നിട്ടുണ്ട്. ഈ ജാളി വർക്ക് ഈ വീടിൻ്റെ എലവേഷനിലും കാണാൻ സാധിക്കും. അപ്സ്റ്റെയറിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എയർ ഫ്ലോ കൃത്യമായിട്ട് ക്രമീകരിക്കുന്നത് ഈ ജാളി വർക്കാണ് കേട്ടോ. അത് ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും കാണാം. ഇനി നമുക്ക് നമ്മുടെ ഗേറ്റിലേക്ക് വരാം. GA വെച്ച് ചെയ്തിരിക്കുന്ന സ്ലൈഡിങ് ഗേറ്റാണ്. ഇവിടെ എന്തുകൊണ്ട് സ്വിംഗ് ഗേറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ 2.5 സെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചേരുന്നത് സ്ലൈഡിങ് ആണ്. പക്ഷേ ഈ വീട് 2.5 സെൻറ്റിലാണെങ്കിലും ഇവിടെ 2 കാർ പോർച്ച്, അതായത് 2 കാറുകൾ ഇടാനായിട്ടുള്ള പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് GA വെച്ച് സ്ട്രക്ചർ അടിച്ച് മുകളിൽ നാടനോട് ചെയ്തിരിക്കുന്ന ഒരു പാർക്കിംഗ് സ്പേസാണിത്. അതേസമയം ഇവിടെയും നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ചെയ്തിരിക്കുന്നത് ഗ്രേ പേവിങ് ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണോ ഒന്നുമല്ല, ഗ്രേ പേവിങ് ടൈൽസ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മുകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പോളികാർബണേറ്റ് ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. ജിയുടെ സ്ട്രക്ചർ താഴെ അടിച്ചുകൊണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിൽ നോർമലി ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ആണ്. ആ ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ടും അതിൻ്റെ താഴെ ഷൂറാക്കില്ലേ ഷൂസൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഏരിയ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ HPL ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ഈ അടിച്ചിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ വീട്ടിൽ യഥാർത്ഥത്തിൽ തടി ഇവർക്ക് തടിയായിരുന്നു ആവശ്യം. തടി കൊണ്ടുള്ള വർക്കുകളാണ് എപ്പോഴും ഇഷ്ടവും ആഗ്രഹവും ആവശ്യവും. അതുകൊണ്ട് തന്നെ ഈ വീടിനുള്ളിലും ഫുള്ള് ചെയ്തിരിക്കുന്ന തടിയുടെ വർക്കുകളാണ്. അത് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നോർമലി നമ്മുടെ വുഡൻ മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ 205 ഫീറ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ 100 വരുന്ന 100 to 105 എന്നുള്ള രീതിയിലുള്ള സ്റ്റീൽ ബീഡിങ്ങോട് കൂടിയിട്ടുള്ള ലോങ് സ്റ്റീൽ ഹാൻഡിൽ കൊടുത്തിട്ടുള്ള ഒരു വുഡൻ ഡോറ്. ഇതിൽ പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് പടിയില്ല, അതായത് അടിപ്പടി കൊടുത്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് എലവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അടിപ്പടി പ്രത്യേകം കൊടുക്കാത്തത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് വരുമ്പോഴത്തേക്കേ നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ സൈസ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏരിയ എല്ലാം റിസസ്റ്റ് ആവാനായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. പക്ഷേ അതിനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ ഫ്ലോറിങ്ങിൽ ഇട്ടിരിക്കുന്ന 2x2 മാറ്റ് ഫിനിഷ് ടൈലാണ്. നടുക്ക് കൂടെയൊക്കെ എപ്പോക്സി ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ വലുതായിട്ട് ഫീൽ ചെയ്യും. ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ലിവിങ്ങും TV യൂണിറ്റും കൂടെ ചേർത്ത് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തും കൂടെ ചേർത്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 16-12 സൈസിലുള്ള ലിവിങ് വിത്ത് നമ്മുടെ TV യൂണിറ്റ് ആ ഒരു സ്റ്റെയർ ഏരിയയുടെ ചേർത്തിട്ട് വരുന്നു. അതിൽ തന്നെ ലിവിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. നടുക്ക് സെൻറ്റർ ടേബിളാണ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നതാണ്. TV യൂണിറ്റിൽ നമ്മൾ ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് വാൾപേപ്പറാണ്. അതേസമയം താഴെ ആ ഒരു സ്റ്റോറേജ് എന്തൊക്കെയാണോ വെക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ് സഹിതമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ലൈറ്റ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. TV യൂണിറ്റിന് 2 സൈഡിലായിട്ട് എലവേഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന വുഡൻ വിൻഡോസാണ്. ആ വുഡൻ വിൻഡോസിലെല്ലാം തന്നെ നമുക്ക് സീബ്ര ബ്ലൈൻസും ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു നമ്മുടെ സോഫ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഈ ഏരിയയിലൊക്കെ അത് അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരേണ്ടത് കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് വരുന്നതിന് മുൻപേ നമ്മുടെ സീലിങ്ങിലേക്ക് പോകാം. ഫോൾ സീലിങ്ങുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. സീലിംഗ് ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BLDC ഫാൻ. BLDC ഫാനിൻ്റെ പ്രത്യേകത പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കറണ്ട് ചാർജ് വളരെയധികം കുറയ്ക്കുന്നതാണ് BLDC ഫാൻ. അങ്ങനെ ഒരു BLDC ഫാനും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് വരേണ്ടത് കിച്ചണിലേക്കാണ്. ലിവിങ് ഏരിയയുടെ സൈസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കിച്ചൺ സൈസ് വരുമ്പോഴത്തേക്കും ഒരു വളരെ വലിയൊരു കിച്ചണൊന്നുമില്ല. അതേസമയം ഒരു 12x10 സൈസിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള കിച്ചണാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ആയതുകൊണ്ട് ആ ഒരു റിസസ്ഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ഇവിടെയും ചെയ്തിരിക്കുന്നത് നമ്മുടെ നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത്. അതിൽ ഫേബറിൻ്റെ ഹൂഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം അതായത് മോഡുലാറായിട്ട് ചെയ്തിരിക്കുന്ന കിച്ചണുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് വുഡിലാണ്. അതിൽ നമുക്ക് ഫുൾ ഔട്ട് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടാൻഡം യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തുറന്ന് കാണിക്കാത്തത് ഓൾറെഡി ഇവരിവിടെ താമസിക്കുന്നവരാണ്, 1.5 വർഷം ആയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ തുറന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സെറാമിക് സിങ്ക് ചെയ്തിരിക്കുന്നു വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫോസറ്റ്. ജനാലകളെല്ലാം തന്നെ വുഡൻ ജനാലകളാണ് പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് GTPT കൊടുത്തിട്ടുണ്ട്, അതും വുഡിൽ തന്നെയാണ് GTPT ചെയ്തിരിക്കുന്നത്. അപ്പർ ലോഫ്റ്റുകൾ കൊടുത്തുകൊണ്ട് ഈ കിച്ചണിൻ്റെ മുകളിലെല്ലാം തന്നെ അപ്പർ ലോഫ്റ്റുകളോട് കൂടിയുള്ള സ്റ്റോറേജസാണ് ചെയ്തിരിക്കുന്നത്. ഇനി ടോൾ യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും ആ ഒരു ഏരിയ ഒരു പ്രശ്നം വരാറുണ്ട്. പക്ഷേ ഇവിടെ അവർ വുഡിൻ്റെ തന്നെ ടോൾ യൂണിറ്റ് ചെയ്തിരിക്കുന്നു. ഫ്രിഡ്ജൊക്കെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനും നമുക്ക് സീലിംഗ് കാണാൻ സാധിക്കും. എല്ലാം തന്നെ ഡൗൺ ലൈറ്റ്സ് കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇനി വരേണ്ടത് ഡൈനിങ്ങിലേക്കാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. നമ്മൾ കുറച്ച് മുന്നേ വുഡിൻ്റെ കാര്യം പറഞ്ഞു, അതേ വുഡൻ ഡൈനിങ് ടേബിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു 10x10 സൈസ് ആ ഒരു ഏരിയ മാത്രമായിട്ട്, കാര്യം ഇത് ഫുൾ ഓപ്പൺ ആണല്ലോ, അതുകൊണ്ടൊരു 10x10 സൈസിലാണ് ഡൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജനാല ചെയ്തിട്ടുണ്ട്, അതും വുഡ് തന്നെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ജനാലകളിലൊന്നും തന്നെ ഒരു കർട്ടൻസ് കൊടുത്തിട്ടില്ല, കാര്യം നമ്മുടെ ഗൃഹനാഥന് കർട്ടൻസ് വേണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർട്ടൻസ് ഒന്നും കൊടുക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഡൈനിങ് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് ഏരിയയിലേക്കാണല്ലോ വരേണ്ടത്. ഡൈനിങ്ങിനോട് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇതാണ് വാഷിംഗ് ഏരിയ. ഇവിടെയും നമ്മൾ കിച്ചണിൽ കണ്ട ആ നാനോ വൈറ്റ് G7 തന്നെ ചെയ്തിരിക്കുന്നു. ടോപ്പായിട്ട് ജാഗ്വറിൻ്റെ മാറ്റ് ഫിനിഷിലുള്ള വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ തന്നെ ഒരു സ്റ്റോറേജ് ഇവിടെ കൊടുത്തുകൊണ്ട് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈലാണ്. ടൈല് ആ ഒരു മുകളിൽ വരെ ടൈല് കൊടുത്ത് ലൈറ്റ് ഉൾപ്പെടെയുള്ള ഏരിയ കൊടുത്ത് അത് ടവൽ ഫ്ലോൾഡർ കൊടുത്തിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഭിത്തി, ഈ വീട് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന ഇഷ്ടികയിലാണ്, അതായത് ചൂളക്കട്ട അതിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഇത് ഇഷ്ടികയല്ല, സെറാമിക് ടൈലാണ്, ക്ലാഡിംഗ് ടൈൽസില്ലേ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് എന്നിട്ട് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ് വിത്ത് എപ്പോക്സി. ഞാൻ പറഞ്ഞു 3 ബെഡ്റൂംസാണുള്ളത്, 3 BHK ആണ്. അതിൽ 1 ബെഡ്റൂമുള്ള താഴെയാണ്, 2 ബെഡ്റൂമുള്ളത് മുകളിലാണ്. നമുക്ക് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഇത്ര നേരം നമ്മൾ കണ്ടത് 2x2 ടൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രേ കളർ ടൈലാണ് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും വരുന്നത്. അതും 2x2 ടൈൽസ് തന്നെ. അതേസമയം എപ്പോക്സി നമ്മളവിടെ കൊടുത്ത ബ്ലാക്ക് എപ്പോക്സി അതുപോലെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിലും കിങ് സൈസ് കോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളെല്ലാ വീട്ടിലും ചെയ്യുന്നത് പോലെ ഒരു ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല, ഒരു ഷോ വോളോ അല്ലെങ്കിൽ ഹെഡ് ബോർഡോ ഒന്നും കൊടുത്തിട്ടില്ല. 2 സൈഡിലായിട്ട് ജനാലുകളും ഇവിടെ വന്നിട്ട് നമുക്കൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് വുഡിൽ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് അത് 7 ഫീറ്റ് പ്ലസ് അപ്പർ ലോഫ്റ്റ് സഹിതമുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. ഇനി ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, ഡ്രസ്സ് ഓൾറെഡി ഇരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡോറ് നവരങ്കിൻ്റെ ഫൈബർ ഡോറാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്നാമത്തെ സംഗതി അതിൻ്റെ ഫ്ലോറിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ 1x1 സൈസിലുള്ള ടൈല് വിത്ത് എപ്പോക്സി സഹിതം ചെയ്തിരിക്കുന്നു. അതേസമയം വോൾ ടൈൽസും അത് ഫുൾ ഹൈറ്റിലോട്ട് കൊണ്ടുപോയിട്ടില്ല, എപ്പോക്സി എല്ലായിടത്തും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡ്രൈവറ്റ് ഏരിയ പ്രത്യേകം തിരിച്ച് കാണിച്ചില്ല. അതേസമയം ഡ്രൈവറ്റ് ഏരിയ തിരിച്ച പാകത്തിൽ നമ്മുടെ ഷവർ, അതുപോലെ WCs, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാഷ് ബേസിൻ സഹിതം കൊടുത്തിരിക്കുന്ന ഒരു സൈസ് നോക്കുകയാണെങ്കിൽ 260-140 സൈസിലുള്ള ഒരു ബാത്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. ഇനി നമുക്ക് വരേണ്ടത് ഇവരുടെ അപ്പർ സ്റ്റെയറിലേക്കാണ്. അതിൽ ഒന്നാമത്താണ് സ്റ്റെയർ കേസ്. ഇത് സ്റ്റെയർ കേസ് പറയുന്ന കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടതാണ് ഇവിടുത്തെ എയർ സർക്കുലേഷൻ. വളരെ ഭംഗിയായിട്ട് എയർ സർക്കുലേഷൻ അകത്തോട്ട് വരുന്നുണ്ട്. നമുക്കൊരു ഫാൻ ഇട്ടിരിക്കേണ്ട അവസ്ഥ പോലും വരുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്റ്റെയർ കേസിൽ കൊടുത്തിരിക്കുന്നത് വുഡൻ ടൈൽസാണ് ചെയ്തിരിക്കുന്നത് വിത്ത് എപ്പോക്സി. ഇവിടെ ചെയ്തിരിക്കുന്നത് മരത്തിൻ്റെ ഹാൻഡ് റെയിൽസ് വിത്ത് GI ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്നൊരു അട്രാക്ഷൻ, ഇവിടുത്തെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ ഈ ബുദ്ധൻ്റെ CNC കട്ടിംഗ് ആണ്. മൾട്ടിവുഡിൽ CNC കട്ട് ചെയ്തെടുത്തിരിക്കുന്ന അത് നമ്മുടെ ഗോഡ്വിൻ ആർക്കിടെക്ചർ തന്നെ കൊടുത്ത് അവരത് CAD കൊടുത്ത് അവരുടെ തന്നെ സജഷൻ പ്രകാരം ചെയ്തെടുത്തിരിക്കുന്ന ഒരു വലിയ ബുദ്ധനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മൾട്ടിവുഡിലാണ് CNC കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വെർട്ടിക്കൽ പർഗോളാസ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞല്ലോ ലൈറ്റ് എയർ വെന്റിലേഷൻ, എയർ പാസേജ്, ഇത് കൃത്യമായിട്ട് വരത്തക്ക രീതിയിലുള്ള
ഒരു വീടാണ്. അത് 1300 സ്ക്വയർ വീടിൻ്റെ വലിപ്പത്തിലല്ലോ, അതിൻ്റെ യൂട്ടിലിറ്റിയാണല്ലോ, അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള വീടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു അപ്പർ ലിവിങ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഇത് അവരുടെ അപ്പർ ഏരിയയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സ്റ്റെപ്സിൽ ഞാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് ആണ് ഇട്ടിരിക്കുന്നത്, പ്ലാങ്ക് ടൈൽസ്. അതിൽ തന്നെ നമുക്കിതിൻ്റെ സൈസ് കണ്ടാൽ മനസ്സിലാവും. 60x10 സൈസിലുള്ള ടൈല് കൊടുത്തിരിക്കുന്നു വിത്ത് എപ്പോക്സി. അതിലിതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അപ്പർ ലിവിങ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, അതും വുഡിലാണ്. എല്ലാം പ്രൊഫൈൽ ഹാൻഡിൽസാണ്, എല്ലാം ജി പ്രൊഫൈൽ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റ് വന്ന വുഡുകളാണ് പൂർണ്ണമായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഇതും വുഡ് തന്നെയാണ്. സ്റ്റോറേജ് ഏരിയ, ബുക്കൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഡിസൈൻ സിമിട്രിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഡിസൈൻ സിമിട്രിയും അതുപോലെ പെർഗോള, അതൊക്കെ ഒരു ഡിസൈൻ സിമിട്രി വെച്ചിട്ടാണ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുകളിൽ 2 ബെഡ്റൂം, താഴെ 1 ബെഡ്റൂമാണ്. താഴത്തെ 1 ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. മുകളിലത്തെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് താഴത്തെ ബെഡ്റൂമിൽ കണ്ട അതേ ഫ്ലോറിങ്, പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതെ കിങ് സൈസ് കോട്ട് കൊടുത്തിരിക്കുന്നു. കോട്ട്സ് എല്ലാം സ്റ്റോറേജാണ്, ബെഡ് കോട്ടെല്ലാം വിത്ത് സ്റ്റോറേജ് സഹിതമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോർണർ വിൻഡോ ആണ് വന്നിരിക്കുന്നത്, പൂർണ്ണമായിട്ടും വുഡിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാർഡ്രോബ് പോയിട്ടുണ്ട് വിത്ത് നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് സഹിതമുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഞാൻ പ്രത്യേകിച്ച് തുറന്ന് കാണിക്കുന്നില്ല, നമ്മൾ അപ്പുറേ കണ്ടിരുന്നു. അതുപോലെ നവരംഗിൻ്റെ ഫൈബർ ഡോറോട് കൂടിയ ബാത്റൂം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൈറ്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. 3ാമത്തെ ബെഡ്റൂം സൈസും നമ്മുടെ താഴത്തെ ബെഡ്റൂം സൈസ് പറഞ്ഞുവല്ലോ, ആ സെയിം സൈസിലാണ് വരുന്നത്. ടോട്ടൽ വരുമ്പോഴത്തേക്കും ഏതാണ്ട് 12 സൈസിലുള്ള ബെഡ്റൂം, അതിൽ തന്നെ സ്റ്റോറേജോട് കൂടിയ വുഡ് കൊണ്ടുള്ള വുഡൻ കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് സൈഡ് ടേബിൾ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള വുഡ് കൊണ്ടുള്ള നമ്മുടെ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനാല ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെയും ജനാല ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ്സ് ആണ്, സിബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരിടത്തും ഫോൾ സീലിങ്ങുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി ഇവർക്ക് ഇവിടെയായിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് മുകളിലേക്ക് നമുക്ക് ടാങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് മുകളിലോട്ടാണ് വെച്ചിരിക്കുന്നത്, അങ്ങോട്ട് കയറാനായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നു. ഇത് അവസാനം പറയാൻ വെച്ചതാണേ. ഇതായത് ഇവിടുന്ന് അവരുടെ നമ്മൾ വെളിയിൽ നിന്ന് കണ്ട എലവേഷനാണ്, ജാളി എലവേഷൻ ഞാൻ പറഞ്ഞിരുന്നു, അകത്തും കൊടുത്തിട്ടുണ്ടെന്ന്. അതാണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് സീത്രൂ ആക്കിയിട്ടാണ് ജാളി ചെയ്തിരിക്കുന്നത്. ജാളിയുടെ മുന്നിലുള്ള ഒരു ഏരിയ ഇവിടെ പൂർണ്ണമായിട്ടും ജിയുടെ എലമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ വുഡ് ക്ലാഡ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അവിടെ ഒരു ഡെക്കറിങ്ങിനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇവിടുന്ന് നമുക്ക് സീത്രൂ കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഒരു ബാൽക്കണിയിൽ നിന്ന് എന്ത് വേണേൽ പറയാം, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഇതൊരു ബാൽക്കണിയെന്നോ, അതായത് ബാൽക്കണിന്ന് ഓപ്പൺ ബാൽക്കണിയില്ല, അതേസമയം ജാളിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ടെറാക്കോട്ട ജാളിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയെന്നോ എന്ത് വേണേൽ വിളിക്കാം. അവിടെ വിളക്കൊക്കെ ഇവിടെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഫ്ലോറിങ് വന്നിരിക്കുന്നത് നമ്മൾ ഇച്ചിരി മുന്നേ കണ്ട ലിവിങ്ങിലെ ഫ്ലോറിങ്ങില്ലേ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് വിൻഫ്ലോ കിട്ടുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ആ ഒരു വിൻഫ്ലോ കൃത്യമായിട്ട് കിട്ടി, ആ ഇല ഇണങ്ങുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വെറും 2.5 സെൻറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ്. 2.5 സെൻറ്റ് ചെയ്തിരിക്കുന്ന 1300 സ്ക്വയർ ഫീറ്റുള്ള നമ്മുടെ സുഹൃത്തായ ജ്യോതിഷിൻ്റെ ഗോഡ്വിൻ ആർക്കിടെക്ട്സ് നിർമ്മിച്ചിരിക്കുന്ന വീട്. ഈ വീടിൻ്റെ ഗൃഹനാഥനും ഒക്കെ നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എപ്പോഴാണെങ്കിലും ആ വീട്ടിലുള്ള താമസിക്കുന്നവർ കഴിഞ്ഞ് 1.5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അവർ പറയുമ്പോഴാണല്ലോ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സാധനം കിട്ടുക. അപ്പോൾ അവരോട് നമ്മൾ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ വീട് ചെയ്ത ജ്യോതിഷ് ഒരെണ്ണം നമ്മൾ കഴിഞ്ഞതാണ്. അതുപോലെ ഷിജിൻ, പിന്നെ അതുപോലെ ഷിജിൻ്റെ അമ്മ. ഇതിലെ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് 1.5 വർഷം, എത്ര വർഷമായി? 1.5 കൊല്ലമായി. 1.5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഓറ കയറി താമസിക്കുമ്പോഴേ കിട്ടും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപാട് തടി മെറ്റീരിയലുണ്ട്. അത് നിങ്ങളുടെ റിക്വയർമെൻ്റ് ആയിരുന്നു, എന്തായിരുന്നു അതിലോട്ട്? അത് നമ്മളെ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, നമുക്ക് തടി തന്നെ വേണമെന്നുള്ളൊരു സാധനം. കാരണം പ്ലൈവുഡ് ചെയ്തൊരു വീട് എനിക്കുണ്ട്. പ്ലൈവുഡിൽ വെച്ച് പ്ലൈവുഡ്, മൾട്ടിവുഡ് അങ്ങനെയുള്ള ഉപയോഗിച്ച് അന്നേ ഞാൻ ജോയിഷിൻ്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് തടി വേണം. അപ്പോൾ അന്നേ ഒരു തടി എടുത്തുള്ളൊരു, അതായത് ഒരു ടിപ്പിക്കൽ, അതായത് ഒന്നാമത്തെ കാര്യം അമ്മയ്ക്ക് ഈ പ്ലൈവുഡിനോടും ഇതിനൊക്കെ കാണുമ്പോഴത്തേക്ക് അമ്മയുടെ വിശ്വാസം പഴയ ഒരു നേച്ചറാണ് അമ്മയ്ക്ക്. അതാ പുള്ളിക്കാരൻ്റെ രീതിയിൽ വിചാരം അതിന് മാത്രമേ സ്ട്രെങ്ത് ഉള്ളൂ.
അല്ലാതെ ഈ പ്ലൈവുഡ് ഒന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് അമ്മ അതിനകത്ത് കയറണമെങ്കിൽ തന്നെ പറഞ്ഞു എനിക്ക് തടിയുണ്ട്, തടി തന്നെ വേണം, തടി തന്നെ. അതുകൊണ്ടാണ് ഒരു കോംപ്രമൈസ് ചെയ്യാതെ തടിയിലേക്ക് പോയത്. പിന്നെ എല്ലാവർക്കും പിന്നെ വുഡ് ഉണ്ടായിരുന്നു അന്നത്തെ കാര്യം, പറമ്പിൽ തന്നെ ഉണ്ടാകും. അധികം കൂടുതൽ മേടിച്ചതല്ല, അത് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത കൺട്രി വുഡ്സ് ആണ് എല്ലാം. വീട്ടിലെ പറമ്പിലുള്ള സാധനം എല്ലാം. ഇത് ഈ തേക്ക് വരേണ്ട ഒരു ആ ഒരു അടിഭാഗം മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചത്. കാരണം അത്രയും മാത്രമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ. ബാക്കി എല്ലാം എന്റെ പറമ്പിലുണ്ടായിരുന്നു, എല്ലാം പറമ്പിലുണ്ടായിരുന്നു. ഇത് ടോട്ടൽ എത്ര രൂപയ്ക്ക് നിങ്ങൾ അന്ന് തീർത്തിട്ടുണ്ട്? അന്ന് എനിക്ക് ഏകദേശം കിട്ടിയാൽ മതി. ഏകദേശം ഒരു 32 അതിൽ തീർന്നു. ഇന്നതിന് ആലോചിക്കാൻ പറ്റില്ല അല്ലേ? അല്ല, കാരണം തടി എന്റെ കയ്യിൽ നിന്ന് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ കോസ്റ്റ്. ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നമുക്ക് മറ്റ് മെറ്റീരിയൽസ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. WPC, UPVC ഒക്കെ സജസ്റ്റ് ഇല്ല. ഇതേ പക്ഷേ ഇത് എന്റെ പഴയ വീട് സെയിം കോസ്റ്റ് തന്നെയാണ് തീർത്തത്. ഒരു 32 days തന്നെ. അതിന് ഞാൻ തടി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തിട്ടില്ല. 2500 സ്ക്വയർ ഫീറ്റ്. അത് ഇതിനേക്കാൾ വലുതാ. അതായത് 4 ബെഡ്റൂം, മൊത്തം 5 ബെഡ്റൂം ഉണ്ട്. മേളില് 3 ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം, കിച്ചൺ ആൻഡ് ഡൈനിങ് ഇൻക്ലൂഡിങ്. അതിൽ ഞാൻ തടി ഔട്ട് സൈഡിങ് ഉള്ള ഇതില്ല, വാതിലും ജനലും മാത്രമാണ്. ബാക്കി ഇന്റീരിയർ മുഴുവൻ പ്ലേയാ. ഇനി ചോദിക്കാനുള്ള അമ്മയുടെ അടുത്താണ്. ഇവിടെ ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അമ്മയുടെയൊക്കെ കാലഘട്ടം, അതായത് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊരു കിച്ചൺ അല്ല. നമ്മൾ സാധാരണ തടി കത്തിച്ച് ചെയ്യുന്ന കിച്ചണുകളാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മാറ്റം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഇപ്പം ഇത് നല്ലതായിരുന്നു. പിന്നെ എന്താ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അതായത് ഹുഡ് ആൻഡ് ഹോവിൽ ചിമ്മിനി അടുപ്പ് ഉപയോഗിക്കുമ്പോഴേ അതൊക്കെ പഴയത് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇപ്പോഴത്തേക്ക് ഇതാണ് കൂടുതലും കംഫർട്ടായിട്ട് തോന്നുന്നല്ലേ? എപ്പോഴും വീട്ടിലുള്ള സ്ത്രീകളാണല്ലോ അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇനി ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കസ്റ്റമറുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാനായിട്ട് ഒറ്റ ചോദ്യമുള്ളൂ, തൃപ്തിയാണ്? 100%. ബാക്കി ഇവരുടെ ഇപ്പോൾ ജ്യോതിഷ്പുരയുടെ 2ാമത്തെ വീടാണ്. ഞാൻ ആദ്യത്തെ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഓരോ വീടുകളും കാണിക്കുന്നത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് എത്ര പൈസയായി എന്നുള്ളതല്ല. അത് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി മാത്രം പറയുന്നുള്ളൂ. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചില എലമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു എലമെൻ്റെങ്കിലും ഒരാൾക്ക് എടുത്തിട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനായിട്ടാണ് എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുന്നു, നമ്മുടെ ഇനിയും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫാമിലിയോടൊപ്പം ഇരുന്ന് ഇങ്ങനെ കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിച്ചതിന് താങ്കളുടെ അടുത്തും എല്ലാവരും താങ്ക് യു. കൂടുതലേ മുഖവരകളൊന്നും തന്നെ ഇല്ല, ഇനിയും വരും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ്. ഇതൊരു സജഷൻ വീഡിയോ ആയിരുന്നു. നിങ്ങളുടെ വീടുകൾ, നിങ്ങൾക്കറിയുന്ന വീടുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. അവരോട് ഒന്ന് മെസ്സേജ് അയക്കാൻ പറയാം. വ്യത്യസ്തമായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ ഡിമാൻഡ്. ഇനിയും വരും മികച്ച വീഡിയോസുമായി, ഇതുപോലെ മികച്ച വീഡിയോകളുമായി. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.